ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള 65 ലക്ഷം പേർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി. സർക്കാർ ഇനി വിതരണം ചെയ്യാനുള്ളത് 3 ഗഡു പെൻഷൻ കുടിശ്ശികയാണ്. 4800 രൂപ വീതമാണ്. അതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് സർക്കാർ നൽകിക്കഴിഞ്ഞു. പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കും. അതുമാത്രമല്ല, ഫെബ്രുവരി മാസം ലഭിക്കുക തനത് മാസത്തെ തുകയായ 1600 രൂപ സഹായമായിരിക്കും. തുക വർധനവ് സംബന്ധിച്ച് പുറത്തുവരുന്നത് 2500 രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പരമാവധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും നിറവേറ്റുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പെൻഷൻ വർധനവ് കൂടി ഉണ്ടായേക്കുമെന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിലുള്ള ഈ ആഴ്ച നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. 62 ലക്ഷം പേർക്കും സാമ്പത്തിക സഹായത്തിൽ വർധനവ് ഉണ്ടാവുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുമാത്രമല്ല, പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ്, വാർഷിക വരുമാനം 1 ലക്ഷം രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ അവർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല. തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാൻ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവരെല്ലാവരും തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള നിർദ്ദേശം നമുക്ക് ലഭിക്കുക. അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് രേഖകൾ സമർപ്പിക്കുക. പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇത് ബാധകമല്ല. വിധവ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടവർ എല്ലാം പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് വേണം രേഖകൾ സമർപ്പിക്കാൻ. അപേക്ഷ വയ്ക്കേണ്ടത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ മുഖേനയാണ്. അപേക്ഷ സമർപ്പിച്ച് അപ്രൂവ് ആയി കഴിഞ്ഞ് രേഖകൾ ഡൗൺലോഡ് ചെയ്ത് ആധാർ കാർഡിന്റെ കോപ്പി കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുക. ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരറിയിപ്പ്, കേരള ഗവൺമെന്റ് സർവീസ് പെൻഷൻകാർക്ക് 5 വർഷത്തിലൊരിക്കൽ നടപ്പിലാക്കി വരുന്ന പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു. മറ്റൊരറിയിപ്പ്, രാജ്യത്തെ പാചകവാതക സിലിണ്ടർ വില കുറച്ച് എണ്ണ വിപണന കമ്പനികൾ. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ 7 രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ഫെബ്രുവരി 7-ന് ബജറ്റ് അവതരണം. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സമ്മർദ്ദം ഒരു വശത്ത്, കടുത്ത സാമ്പത്തിക ഞെരുക്കം മറുവശത്ത്. രണ്ടിനുമിടയിൽ എങ്ങനെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന ചിന്തയിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ. ജനക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും തന്നെയായിരിക്കും ബജറ്റിന്റെ ഊന്നലെന്ന് ധനമന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിന് മുൻഗണന നൽകുമെന്നും ധനമന്ത്രി പറഞ്ഞു. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.